ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമർഹിക്കുന്ന, അതുകൊണ്ട് തന്നെ പലപ്പോഴും മനഃപൂർവ്വം ആക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ ഒഴിവാക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് ഈ വിശുദ്ധവാരം അല്ലെങ്കിൽ ഹോളി വീക്ക് ആചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏവരുമായി ഒരുമിച്ച് പരിഗണിക്കുന്നത് ആധ്യാത്മികമായി ലാഭകരമാണ് അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുവാൻ എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിക്കുന്നത്. ആ വിഷയം എന്താണ് എന്ന് ഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് അത് സംബന്ധമായ ചിന്തകൾ പങ്കിടാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു, അവനെ പിടിക്കുന്നു. എവിടെ വെച്ചാണ് യേശുവിനെ പിടിക്കുന്നത്? ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. യേശു എന്തിനാണ് ഗെത്സമന തോട്ടത്തിൽ പോയത്? അവൻ പ്രാർത്ഥിക്കാൻ പോയതാണ്. ഇതൊക്കെയും വളരെ വളരെ ശ്രദ്ധേയമാണ്, അതീവ ഗാംഭീര്യമുള്ള കാര്യങ്ങളാണ്. ഇവയെല്ലാം പരസ്പര ബന്ധത്തിൽ ചിന്തിച്ചതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവ ചിതറിച്ച് വെച്ചിരുന്നാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുകയില്ല. അപ്പോൾ ഇവിടെ പൊന്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മനുഷ്യൻ സ്വാതന്ത്ര്യം അർഹിക്കുന്നുവോ ഇല്ലയോ? ആർക്കാണ് സ്വാതന്ത്ര്യം അവകാശപ്പെടാവുന്നത്? ആർക്കാണ് സ്വാതന്ത്ര്യം പ്രാപിപ്പാനുള്ള, സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്താനുള്ള അർഹതയുള്ളത്? ഏതെല്ലാം കാര്യങ്ങളിലാണ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ എന്താണ്? പ്രത്യേകിച്ച് സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ പുരോഗതിയും തമ്മിൽ പൊരുത്തമുണ്ടോ, ബന്ധമുണ്ടോ? ഇവയെല്ലാം ചരിത്രപ്രധാനമായ ചോദ്യങ്ങളാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പല കാര്യങ്ങളും വിശദീകരിക്കാതെ വളരെ ഡയറക്റ്റായിട്ട് തന്നെ പശ്ചാത്തലം ഒരുക്കുന്നതിൻ്റെ സമയം മാറ്റിവെക്കാതെ മുൻപോട്ട് പോകുവാൻ ഞാൻ ധൈര്യപ്പെടുന്നു. ഇത് നമ്മുടെ സമകാലീന അനുഭവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാകുമെന്നതുകൊണ്ട് അതിലല്പം അപകടമുണ്ട് എങ്കിൽ പോലും ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കട്ടെ. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ പുരോഗതി, ഡെവലപ്മെൻറ്റ് എന്ന ആശയം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി പ്രാബല്യത്തിൽ വന്നിട്ട് 10-15 വർഷമായി, 11 വർഷമായി. 2014 13-14 കാലഘട്ടത്തിലാണ് രാഷ്ട്രീയത്തിൽ പുരോഗതി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ജയിക്കാമെന്നും ഭരണം പിടിച്ചെടുക്കാമെന്നും ഉള്ള ഒരു ആശയം വെളിപ്പെട്ടു വന്നു. അപ്പോൾ വളരെ സമകാലീന പ്രസക്തമായ ഒരു അവസ്ഥയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ 2014 തൊട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ പുരോഗതിയിൽ നാം പ്രത്യേകമായി കാണുന്നത്, ഇങ്ങനെ പുരോഗമിക്കണമെങ്കിൽ, ഭൗതികമായ നേട്ടങ്ങളും പുരോഗതിയും പ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കണം. അനേക ആളുകളുടെ സ്വാതന്ത്ര്യം പരിപൂർണമായി നശിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു രാജ്യം, ഒരു സമൂഹം വേണ്ട വിധത്തിൽ ഭൗതികമായി പുരോഗമിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു ഡോഗ്മ, ഒരു അടിയുറച്ച വിശ്വാസം, അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നൊരു വ്യക്തിത്വമാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടേത്. നമുക്കറിയാം, 84 വയസ്സുള്ള മനുഷ്യൻ, പാർക്കിൻസൺസ് രോഗം കൊണ്ട് നന്നേ വലഞ്ഞ മനുഷ്യൻ. അദ്ദേഹം രാജ്യത്തിൻ്റെ മുഴുവനും അപകടകാരിയായ ശത്രുവാണ് എന്ന മുദ്ര കുത്തപ്പെടുവാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ്.
ഗോത്രവർഗക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഭരണഘടന അവർക്ക് നിഷ്കർഷിക്കുന്ന അവകാശത്തെ മാത്രം ഊന്നിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോട് സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നറിയാൻ വയ്യാത്ത ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഏർബൻ നക്സൽസ് എന്നൊരു പ്രയോഗമുണ്ട്. ആരാണ് ഈ ഏർബൻ നക്സൽസ്? സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ആരൊക്കെ ധൈര്യപ്പെടുന്നു അവരൊക്കെ ഏർബൻ നക്സൽസാണ്. അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ സുഭദ്രതയെ തകർക്കുവാൻ മാത്രം ഉതകുന്നവരാണ് എന്ന ഒരു ധാരണ. അപ്പോൾ മനുഷ്യർക്ക് ചിന്തിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഏത് പരിധിവരെ അനുവദിച്ചാൽ പുരോഗതി എന്ന് പറയുന്ന അജണ്ട അതിന് ഭംഗം വരാതെ ഈ കാലത്ത് കാത്തു സൂക്ഷിക്കാമെന്ന വളരെ പ്രത്യേകതയുള്ള ലോകവ്യാപകമായ പ്രസക്തിയുള്ള ഒരു ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയണം. ഇത് ഭാരതത്തിൽ മാത്രമല്ല പല രാഷ്ട്രങ്ങളിലും ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾ ഇപ്പോഴാ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാർട്ടിയോ ഒരു രാഷ്ട്രത്തെയോ മാത്രം എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായി ധരിക്കുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യവും ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയും പൊരുത്തപ്പെടാത്ത ഘടകങ്ങളാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ലോകത്തെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുവാനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ ആഴ്ചവട്ടം ഹോളി വീക്ക് നമുക്ക് അവഗണിക്കാൻ വയ്യാത്ത ഒരു ആത്മീയമായ വിഷയം തന്നെയാണ്. അപ്പോൾ യേശു ഈ ലോകത്തിൽ വന്നത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബദ്ധിതരെ വിടുവിക്കാൻ വന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ബദ്ധിതർ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്തവർ, സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ അർഹതയില്ല എന്ന് സമൂഹം വിധിയെഴുതി വച്ചിരിക്കുന്നവർ എന്ന് മാത്രവുമല്ല, അതിനേക്കാൾ ഉപരിയായി സ്വതന്ത്രമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള എല്ലാ സാഹചര്യമുണ്ട് എന്നിരിക്കെ അടിമത്തത്തിൻ്റെ നുകം മനഃപൂർവ്വം കഴുത്തിലെടുത്ത് വെക്കുന്ന ആളുകൾ, അവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരേ ഒരു ബ്രാക്കറ്റിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നതാണ്. അപ്പോൾ മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യമാണ് അർത്ഥവത്തായ സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വപൂർണമായ സ്വാതന്ത്ര്യം, മനുഷ്യ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെയും അതിൻ്റെ സാധ്യതകളെയും കണ്ടെത്തുവാനുള്ള സ്വാതന്ത്ര്യം, മനുഷ്യ അന്തസ്സിനെ മാനിക്കുന്ന സ്വാതന്ത്ര്യം. അത് മനുഷ്യരാശിക്ക് കൈമോശം വന്നിരിക്കുന്നു. മനുഷ്യൻ അടിമത്വത്തിലാണ് കഴിയുന്നത്. ആ അടിമത്വത്തിന് പലവിധമായ തട്ടങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്, മേഖലകളുണ്ട്, മുഖങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നാം നമ്മുടെ തന്നെ കിരാതമായ വികൃതമായ സ്വഭാവത്തിൻ്റെ അടിമകളാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ അറിയുന്ന നന്മ ചെയ്യാൻ കഴിയാതെയും ഞാൻ വെറുക്കുന്ന തിന്മ ചെയ്യുവാൻ മാത്രം കഴിയുകയും ചെയ്യുന്ന എൻ്റെ അവസ്ഥ അടിമത്വത്തിൻ്റെ അവസ്ഥയല്ലയോ? അതാണ് ഞാൻ പറയുന്നത്, നാം നമ്മുടെ തന്നെ അടിമയാണ്. പിന്നെ നാം സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളുടെ അടിമയാണ്, ചില രാഷ്ട്രീയ മീമാംസകളുടെ അടിമയാണ്, ചില സാമ്പത്തിക വ്യവസ്ഥിതികളുടെ അടിമയാണ്, ഔദ്യോഗിക രംഗത്ത് പലരും അടിമകളാണ്, ബന്ധങ്ങളിൽ പലരും അടിമകളും അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിമകളാക്കുന്നവരുമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ അടിമത്തം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഫ്രഞ്ച് ചിന്തകനായിരുന്ന റൂസോ പറഞ്ഞത്, മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് പിറക്കുന്നത് എങ്കിലും എവിടെ നോക്കിയാലും അവൻ്റെ കയ്യിൽ കൂച്ചുവിലങ്ങ് തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ് എന്ന് റൂസോ പറഞ്ഞത് ഏവർക്കും സുപരിചിതമാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രവുമല്ല, മനുഷ്യന് സ്വാതന്ത്ര്യത്തെ ഭയമാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വലിയ ചിന്തകൻ റഷ്യയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നോവലിസ്റ്റായിരുന്നു. അതിൻ്റെ പേര് ഫിയോദോർ ദോസ്തോയെവ്സ്കി എന്നാണ്. മനുഷ്യന് അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഭയമാണ് അദ്ദേഹം പറഞ്ഞു. കാരണം
സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ അതിലുൾപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്ന ചുമതല ബോധം കൂടെ ഏറ്റെടുക്കേണ്ടി വരും. സ്വാതന്ത്ര്യമില്ല എങ്കിൽ ചുമതലയില്ല. അതുകൊണ്ട് ചുമതല ചുമക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം പേടിയാണ് എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളുമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ നോവലിസ്റ്റായ ഫയദോർ ദോസ്തോവസ്കി തന്നെയാണ്. ഇതെല്ലാം നമുക്കറിയാം യേശുവിൻ്റെ കാഴ്ചപ്പാടിലുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥ അടിമത്തത്തിൻ്റെ അവസ്ഥയാണ്. മതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അടിമത്തമാണ് ഏറ്റവും വിനാശകരമായ അടിമത്തം എന്ന കാഴ്ചപ്പാടാണ് യേശുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പ്രയോറിറ്റി, മുൻഗണന എന്നത് മനുഷ്യനെ മതത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവനെ ദൈവത്തിലേക്ക് മുഖം തിരിക്കുക എന്നതായിരുന്നു. മതത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിലേക്ക് തിരിയുവാൻ കഴിയുകയില്ല, സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു യേശുവിനെ തൻ്റെ ദൗത്യത്തെ ആരംഭിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. അത് വ്യക്തമാണ്. സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ള എല്ലാവരും ഇത് പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ ഉന്നമിട്ട ലക്ഷ്യം മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. എന്നാൽ മാത്രമേ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് യേശു നന്നേ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. സാമാന്യ ജനം നാനാമുഖമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നത് വ്യവസ്ഥിത അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് മുതലെടുത്ത് കഴിയുന്ന വരേണ്യവർഗത്തിന് എപ്പോഴും വലിയ വലിയ പേടി സ്വപ്നമാണ്. അവരതിന് സമ്മതിക്കുകയില്ല. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ. അതെന്താണ്? അന്ന് പ്രഭുക്കന്മാർക്കും വലിയ വലിയ പണം സ്വാധീനമുള്ളവർക്കും അവരുടെ മക്കളെ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് ഉന്നത വിദ്യാഭ്യാസം അവർക്ക് നൽകുവാനുള്ള അവകാശമുണ്ടായിരുന്നു. അതേ അവകാശം, അതേ ഓപ്പർച്യൂണിറ്റി, അവസരം സാധാരണ ആളുകൾക്കും ലഭിക്കണോ വേണ്ടോ എന്നതായിരുന്നു ആ വലിയ നാഷണൽ ഡിബേറ്റ്. അത് 10 വർഷം നീണ്ടു നിന്നു. അവസാനം അതിന് ഉത്തരം കണ്ടെത്താതെ ആ ഡിബേറ്റ് ഉപേക്ഷിക്കാനുണ്ടായത്. യൂണിവേഴ്സിറ്റിയിൽ പോയി നല്ല വിദ്യാഭ്യാസം പ്രാപിക്കാനുള്ള അവസരം സാധാരണക്കാർക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ട് നാളേറെ ആയില്ല. ഇന്നും നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരായ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ മധ്യത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രാപിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് വളരെ അപൂർവ ചില ആളുകൾക്കാണ്. ഭാരതത്തിലുള്ള ഏതാണ്ട് 39,000 കോളേജുകൾ, ഏതാണ്ട് 700ഓളം യൂണിവേഴ്സിറ്റികൾ, ഇവയെ നിങ്ങൾ പരിശോധിച്ചാൽ ഇവയിൽ ബഹുഭൂരിപക്ഷവും വളരെ വളരെ താഴ്ന്ന നിലവാരം പ്രാപിക്കുന്നതാണ്. അവിടെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും പഠിക്കുന്നത്. ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ കുറഞ്ഞത് ഒരു 10,000 PhD-ക്കാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പലതവണ കോളേജിലെ ജോലി സംബന്ധമായി. അതിൽ 5% പോലും ഒരു സാമാന്യ സ്റ്റാൻഡേർഡുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം. ഒരാശയം അവതരിപ്പിക്കാൻ കഴിവുള്ള 100-ൽ 5 പേരെ കൂടിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ നിലവാരം. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ കഴിയാത്തത്? നമുക്ക് പണമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം ചിലർക്ക് മാത്രം മതി. കാരണം എല്ലാം അതിലാണ് ആശ്രയിച്ച് നിൽക്കുക. ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പലവിധത്തിൽ പരിമിതപ്പെടുത്തുന്ന ഒരു ഗൂഢാലോചന മനുഷ്യ ചരിത്രത്തിൽ, സംസ്കാരത്തിൽ എക്കാലത്തും സക്രിയമായിരുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് യേശു പറഞ്ഞത്, ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത് അടിമത്തമാണ്, അതിനൊരു അറുതി ഉണ്ടാകണം.
എന്നാൽ മാത്രമേ ഈ ലോകത്തിൽ സമത്വവും സാഹോദര്യവും നീതിയും സമാധാനവും കൈകോർത്ത് മുൻപോട്ട് പോകുകയുള്ളൂ. എന്നാൽ മാത്രമേ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം ദൈവം വിഭാവന ചെയ്ത വിധത്തിൽ തിരിച്ചറിയുവാനും അത് പ്രാപിപ്പാനും ഇടയാകുകയുള്ളൂ എന്നതായിരുന്നു യേശുവിൻ്റെ ചുമതലബോധം. അതുകൊണ്ടാണ് മനുഷ്യനെ വിടുവിക്കുക എന്ന ആ ഒരു കർത്തവ്യത്തിന് യേശു അത്രമാത്രം പ്രാധാന്യം കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അവനെ ക്രൂശിൽ തറച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിനെ വിചാരണ ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാർ, അധികാര കേന്ദ്രങ്ങൾ, ഒന്ന് മതത്തിൻ്റേതാണ്, മറ്റേത് രാഷ്ട്രീയത്തിൻ്റേതാണ്. യഹൂദ മതസംവിധാനത്തിൻ്റെ തലവനായ കയഫാവിൻ്റെ മുമ്പിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തെ പ്രതിനിധീകരിക്കുന്ന പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിലുമാണ് യേശു വിചാരണ ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഫലമായി നിർദോഷിയായവൻ ക്രൂശിലേർക്കപ്പെട്ടു എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്നാൽ യേശു നിർദോഷിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അവൻ ചെയ്ത പൊറുക്കാൻ വയ്യാത്തൊരു കുറ്റമുണ്ട്, എ ക്രൈം ദറ്റ് കനോട്ട് ബി ഫൊർഗിവൺ. അതെന്താണ്? മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ ശ്രമിച്ചു. ആ സ്വാതന്ത്ര്യം അപകടമാണ് എന്ന് ഒരു സംവിധാനം, ഒരു സമൂഹം, ഒരു സംസ്കാരം, ഒരു രാജ്യം, ഒരു ജനത തീരുമാനിച്ചാൽ എന്തു ചെയ്യും? ഇത് ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെ നാം ചിന്തിക്കേണ്ട കാലമാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ടാകണമെങ്കിൽ, അതിൽ ഐതിഹാസികമായ വ്യാപ്തി ഉണ്ടാകണമെങ്കിൽ, അതിലടങ്ങിയിരിക്കുന്ന യഥാർത്ഥ ആനുകാലിക പ്രസക്തമായ വെല്ലുവിളി എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ അത് പരിഗണിച്ചേ മതിയാകുകയുള്ളൂ. ഇനിയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ കഷ്ടാനുഭവം ആരംഭിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ, അത് പൂർണ്ണമായും ശരിയല്ല എങ്കിലും, ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു കഥ വിവരിക്കുന്നത് പോലെ നാം അവരെ പരിഗണിച്ചാൽ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആരംഭം ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്തതിൽ കൂടെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായമായും സങ്കല്പിക്കാം. അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിൻ്റെ സ്വാതന്ത്ര്യം നിന്നിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചെടുത്തിരിക്കുന്നു. യേശു ഗെത്സമന തോട്ടത്തിൽ പോയത് പ്രാർത്ഥിക്കാനാണ്, ധ്യാനിക്കാനാണ്. അതിൽ അപകടമുണ്ടോ? അപകടമുണ്ട്. കാരണം ഞങ്ങൾ പറയുന്നത് പോലെ അല്ല നീ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് പോലെ അല്ല, ഞങ്ങളുടെ നേതൃത്വത്തിലല്ല നീ ധ്യാനിക്കുന്നത്, ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്ല നീ നടക്കുന്നത്. എന്നോട് തിരുവനന്തപുരത്തൊരു CSI അച്ഛൻ പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞാടാണെങ്കിൽ ഞാൻ പറയുന്നത് നടക്കാൻ പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അത് അദ്ദേഹം ന്യായമായും അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ മാത്രമേ ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. എനിക്ക് അദ്ദേഹത്തോട് പരാതി ഉണ്ടായിട്ടില്ല, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സ്വാതന്ത്ര്യം, മനുഷ്യന് സ്വാതന്ത്ര്യം അർഹിക്കുന്നുവോ ഇല്ലയോ? ലോകത്തെമ്പാടും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എന്നാൽ ആരും വിളിച്ചു പറയാത്ത ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഭൗതികമായ പുരോഗതിയും അവൻ്റെ മാനുഷികമായ സ്വാതന്ത്ര്യവും ഒരിക്കലും പൊരുത്തപ്പെട്ട് കൈകോർത്ത് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. പുരോഗമിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നന്നേ കുറയ്ക്കണം. അല്ല, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താൽ പുരോഗമനം എന്ന് പറയുന്ന പദ്ധതി തകർന്നു പോകും. പക്ഷേ ഇതിനകത്തുള്ള ഒരു വിരോധാഭാസം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പുരോഗതിക്ക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സ് ഇസ് ദ പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നു. പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ഈ ഡെവലപ്മെൻറ്റ് എന്ന വാക്ക് ഫ്രഞ്ച് ലാംഗ്വേജിൽ കൂടെ വന്നതാണ്. അത് ഓൺവിലപ്പ്, നമ്മളൊരു എഴുത്തെഴുതി ഒരു കവറിനകത്തിട്ട് അയക്കുമല്ലോ, അതിൻ്റെ പേരാണ് ഓൺവിലപ്പ്. ഓൺവിലപ്പ് എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും കവർ ചെയ്യുക. അതിൻ്റെ അർത്ഥം അത് ഇംപ്രിസൺ ചെയ്യുക, അതിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഒരു എഴുത്തെഴുതി അതിനെ ഒരു കാരാഗ്രഹത്തിലിട്ട് അടച്ച് പൂട്ടിയിട്ട് വേണം അയക്കാൻ, അല്ലെങ്കിൽ ഒരു വഴിയിൽ അത് വായിച്ച് അതില്ലാതെയായിത്തീരും. ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഓൺവിലപ്പ് ചെയ്യും, അതായത് അത് തുറന്ന് അതിനകത്തെ കടലാസിനെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് വായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു എഴുത്ത് വായിക്കുമ്പോൾ വായിക്കുന്ന ആൾ ചെയ്യുന്നത്, നിങ്ങൾ എഴുതിയ എഴുത്ത്, നിങ്ങൾ കാരാഗ്രഹത്തിലാക്കിയ എഴുത്ത്
സ്വതന്ത്രമാക്കിയെങ്കിലേ അദ്ദേഹത്തിന് അത് വായിക്കാനൊക്കത്തുള്ളൂ. അതാണ് ഡെവലപ്മെൻ്റ് ഡി ഓൺവെലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പുരോഗതിയുടെ ആത്മാവ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായിരിക്കണമെന്ന ആശയമാണ് വാക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മനുഷ്യനതിനെ അങ്ങനെ പ്രയോഗിച്ച് കൈകാര്യം ചെയ്ത് പുരോഗമിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കണം എന്ന അവസ്ഥയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോഴും യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ആത്മീകമായ അർത്ഥമുള്ള കഷ്ടാനുഭവം അല്ലെങ്കിൽ പീഡാനുഭവം എന്താണ്? സഹജീവികളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവരവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക ദൈവത്തോടുള്ള എൻ്റെ കടമയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് വ്യക്തമായി സത്യസന്ധമായി തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമേ, അല്ലെങ്കിൽ ഒരു സമൂഹം മാത്രമേ ആത്മീകമായ പീഡാനുഭവത്തിലേക്ക് യേശുവിനോടുള്ള സഹകരണത്തിൽ പ്രവേശിക്കുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന മർമ്മം. ഇതൊന്നുമില്ലാതെ കലണ്ടറിൽ വർഷത്തിലൊരിക്കൽ ഒരാഴ്ച ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനി ഈ ആഴ്ച പോയി പള്ളിയിൽ പോയി അവിടെ വന്നിരിക്കുന്നവരിതും എട്ടും പൊട്ടും അറിയാത്ത ആളുകൾ ഇതിനെപ്പറ്റി അതും ഇതും പറയുമ്പോൾ വളരെ വൈകാരികമായി അത് കേൾക്കുകയും അതിനെപ്പറ്റി ഒരു സങ്കടപ്പെടുകയും, അയ്യോ എൻ്റെ കർത്താവിനിങ്ങനെ വന്നല്ലോ. എൻ്റെ ഇപ്പോഴൊരു ഓർമ്മ വരുന്ന കാര്യം, എൻ്റെ ഒരു ബന്ധു, അല്പം അകലത്തിലുള്ളൊരു ബന്ധു, നല്ല പ്രായമുള്ള മനുഷ്യൻ, അപ്പോൾ കുടിക്കും. സുറിയാനി ക്രിസ്ത്യാനികൊണ്ട് കുടിക്കണമല്ലോ. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് അദ്ദേഹം പോയി. അപ്പം നല്ല ക്രിസ്ത്യാനി, മതിലൊക്കെ ക്രിസ്ത്യാനിയാണെന്നെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച വള്ളിപ്പാരിയാനൊക്കെ. അപ്പോൾ കുടിക്കുകയും വേണം, നല്ല ക്രിസ്ത്യാനിയാകുകയും വേണം. അപ്പോൾ നന്നേ കുടിച്ചിട്ടാണ് അദ്ദേഹം പള്ളിയിൽ പോയി ഈ ദുഃഖവെള്ളിയാഴ്ച സംബന്ധമായ ദീർഘമായ ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. അപ്പോൾ അല്പം പുറകിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വളരെ വൈകാരികമായി പ്രസംഗിച്ച് കർത്താവിൻ്റെ പീഡാനുഭവത്തെ അങ്ങ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ ചരിച്ചൊടിച്ചു കൊടുത്ത്, അപ്പോൾ ഇദ്ദേഹം മദ്യത്തിൻ്റെ ഈ പുകപടലങ്ങൾ അദ്ദേഹത്തെ തലച്ചോറിൽ നന്നേ പ്രവർത്തിച്ചപ്പോൾ ഇദ്ദേഹം ഒരൊറ്റ കരച്ചിലും കരഞ്ഞു. അയ്യോ എനിക്ക് സഹിക്കുന്നില്ലേ എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് നിലവിളിച്ചു. അപ്പോൾ അടുത്തത് ചോദിച്ചു, എന്താ 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 തോമാച്ച, എന്ത് പറ്റും? പറഞ്ഞ് എൻ്റെ തിരുമേനിക്ക് രോഗം കൂടുതലാണെന്നേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്രയും മനസ്സിലായുള്ളൂ. അപ്പോൾ പീഡാനുഭവം, അപ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവം, തിരുമേനിക്ക് രോഗം കൂടിയതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കള്ളിൻ്റെ സ്വാധീനത്തിലെല്ലാം ഒന്നായി തീർന്നു. അതാണ് നമ്മുടെ പീഡാനുഭവം. അപ്പോൾ എന്താണ് പീഡ, എന്താണ് കഷ്ടം, ഇതിനൊന്നും നമുക്കറിയണ്ട. പക്ഷേ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കുക, എത്രയോ നാളായി ധ്യാനിക്കുന്നു. അതെന്താണെന്ന് ഇട്ടും പൊട്ടും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ധ്യാനിച്ച് നമ്മൾ അങ്ങ് സിയോൻ അക്കരെ കടക്കുന്ന പരുവത്തിൽ നിൽക്കുകയാണ്. ഇതൊക്കെ വാസ്തവത്തിൽ ഹാസ്യരൂപത്തിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇതിനകത്ത് ഒരർത്ഥവുമില്ല, യാതൊരു കഴപ്പുമില്ല. നിങ്ങളൊരു 10,000 ഗുഡ് ഫ്രൈഡേ ഒക്കെ കൂടിയാലും നിങ്ങൾക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശരേഖയും കിടക്കുകയില്ല എന്നാണ് അതിനകത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട കാര്യം, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. അത് ഒന്നാമത് വ്യക്തി ജീവിതത്തിൽ അത് പാലിക്കാൻ നാം കൂട്ടാക്കണം, ധൈര്യം കാണിക്കണം. മനഃപൂർവ്വം അടിമത്തത്തിൽ നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വരുന്നത്. അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ കഴിയും. കാരണം എന്നോട് സംസാരിച്ചിട്ടുള്ള ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളുടെ അധപതനത്തെപ്പറ്റി എൻ്റെ മുമ്പിൽ പൊട്ടി കരഞ്ഞവർ, അവരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താണ്, നിങ്ങൾ അറിയുന്ന കാര്യത്തെപ്പറ്റി ഒരു നിലപാടെടുക്കാന്ന് പറഞ്ഞു. അയ്യോ അച്ഛനും മെത്രാനും ഞങ്ങളെ കൊന്നുകളയെന്ന് പറയും. അപ്പോൾ അവരടിമകളാണോ? സ്വാതന്ത്ര്യത്തിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കാത്ത നാം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നത്? ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നറിയാം? മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ, അതുകൊണ്ട് ഈ കഷ്ടപ്പാട് ഏറ്റുവാങ്ങുന്നവൻ ശുദ്ധ മണ്ടനാണ് എന്നാണ് നമ്മുടെ ചിന്ത. യേശുക്രിസ്തു നമ്മുടെ സമകാലീനമായി ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മുതലേ കളിച്ച ക്രിസ്ത്യാനികൾ മുഴുവൻ പറഞ്ഞതിന് ആ മണ്ടനാണ്, തന്നെയുമല്ല അവൻ അപകടകാരിയാണ്,
അവൻ്റെ അടുത്ത് പോകുന്നത് കണ്ടാൽ മെത്രാൻ കണ്ണുരുട്ടും, പിന്നെ നമ്മുടെ മുണ്ട് നനഞ്ഞു പോകും. അവൻ്റെ അടുത്ത് പോകരുത്, പോയാൽ രാത്രിയിലേ പോകാവൂ. അങ്ങനെ രാത്രി വന്നെന്നെ കാണുന്നവരിപ്പോഴും ഉണ്ട്. ഞാൻ യേശു എന്നല്ല പറഞ്ഞത് ക്രിസ്ത്യാനിയുടെ നട്ടലിൻ്റെ കോണമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥയിലിരുന്നുകൊണ്ട് നമ്മൾ കുരിശിനെ ധ്യാനിക്കും, യേശുവിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി ധ്യാനിച്ച് യേശുവിൻ്റെ ബോധം കെടുത്തിക്കളയും. ഈ ഒരു അവസ്ഥ ഇത് വളരെ വളരെ ലജ്ജാകരമാണെന്നല്ല, എനിക്ക് തക്കതായ വാക്ക് കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, യേശുക്രിസ്തു പീഡ അനുഭവിക്കുവാനിടയായത് അവൻ മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു. അത് വാഗൊണ്ട് പറഞ്ഞു എന്നത് മാത്രമല്ല, അവൻ തൻ്റെ പ്രവൃത്തിയിൽ കൂടെ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യജാതിയുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അത് സ്വന്തം ലാഭമാക്കി സ്വന്തം അധികാരത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കുന്ന ഒരു വരേണ്യവർഗത്തിൻ്റെ പ്രവർത്തന രീതികളോട് വളരെ ശക്തമായി വിയോജിപ്പ് കാണിക്കുകയും അവരുടെ പ്രവർത്തന രീതിക്ക് വളരെ വ്യത്യസ്തമായ വിധത്തിലൊരു പൊതു ശുശ്രൂഷ, ഒരു ദൗത്യം ആവിഷ്കരിക്കുകയും ചെയ്ത് പൂർണ്ണ സമർപ്പണ ബോധത്തോടെ അന്ത്യം വരെയും അത് നിലനിന്നത് കൊണ്ടാണ് അയ്യോ പ്രാർത്ഥിക്കാൻ പോയ ഒരു മനുഷ്യനെ തോട്ടത്തിൽ വെച്ച് പിടിക്കുകയും അവൻ കുറ്റം ചെയ്തില്ല എന്ന് തെളിഞ്ഞതുകൊണ്ട് ക്രൂശിൽ തറയ്ക്കാനും പറഞ്ഞത്. ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ച ഈ ഒരു പശ്ചാത്തലത്തിൽ പരിഗണിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഐതിഹാസികമായ ഇക്കോസ് എന്ന് പറയും, മാറ്റൊലികൾ നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. ഇത് ഒരു ബോധവുമില്ലാതെ പള്ളിയിൽ പോയി തലേ ഇട്ടുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം? നാം എന്തിനാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ നാം എന്തിനെ ധ്യാനിക്കുന്നു അതുപോലെ ആയിത്തീരാനല്ലേ. ഇപ്പോൾ യേശുവിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി ധ്യാനിക്കുന്ന, യേശുവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റി വളരെ വൈകാരികമായി ധ്യാനിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആ കഷ്ടപ്പാടിനോട് പീഠാനുഭവത്തോട് സഹകരിക്കാനുള്ള മനസ്സില്ല എങ്കിൽ പിന്നെ ധ്യാനിച്ചിട്ട് എന്താണ് കാര്യം? ഇപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നന്മ ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, നന്മ ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതിൻ്റെ അർത്ഥം എന്താണ്? സങ്കീർത്തനക്കാരൻ തിരിച്ചിരുന്നൊരു യാഥാർത്ഥ്യം, ഈ ലോകത്തിൽ ആര് നന്മ ചെയ്യുന്നു അവർക്ക് അപകടം വരും, അവർക്ക് കഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങനെ വന്നാലും മാറാത്തവൻ എന്നല്ല എൻ്റെ അർത്ഥം. തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നോക്കുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകും. എന്തുകൊണ്ട് കഷ്ടപ്പാടുണ്ടാകും? നിങ്ങൾ ചെന്നായ്ക്കളെ പോലെ ജീവിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മർമ്മത്തിൽ നിന്ന്, തത്വത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മർമ്മത്തെ, ദർശനത്തെ, മൂല്യങ്ങളെ, ആദർശങ്ങളെ പിൻപറ്റി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത ദർശനം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ അധ്വാനിക്കുമ്പോൾ, നിങ്ങളെ കുലശത്രുക്കളായി, ബദ്ധശത്രുക്കളായി മുദ്രകുത്തുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന ഭക്തിയാണ് എന്ന് തെറ്റിദ്ധരിപ്പാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സാഹചര്യം. അതായത് യേശു തൻ്റെ ശിഷ്യന്മാരെ അവർ ദൗത്യത്തിന് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, ഇതൊക്കെയും 100% വലിച്ചെറിഞ്ഞ് മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ യേശുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ഈ വിശുദ്ധ വാരത്തിൽ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ അപഹാസ്യമായൊരു വ്യവസ്ഥിതിയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ആ ചോദ്യം മാത്രം നിങ്ങളുടെ മുൻപിൽ സവിനയം സമർപ്പിച്ചുകൊണ്ട് ഈ എളിയവൻ തൽക്കാലം വിരമിക്കുന്നു. എല്ലാവർക്കും സത്യസന്ധമായ ആത്മാവിൻ്റെ പ്രേരണയിൽ സത്യത്തെ അന്വേഷിപ്പാനും സ്വാതന്ത്ര്യമായി ചിന്തിപ്പാനും യാഥാർത്ഥ്യബോധത്തോടെ ദൈവത്തെ പിന്തുടരുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.